everybody, welcome to One Team School Future's favorite tuition hub. അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. പല രീതിയിലായിരിക്കും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ അതിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കോൺസെപ്റ്റ് ആണ്, ഫുൾ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്? അതിനു മുന്നേ എന്താണ് ഡ്രോയിങ്സ് എന്ന കാര്യം മനസ്സിലാക്കുക. എന്തായിരുന്നു അവിടെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു കമ്പനി, ഒരു ഫേമിന്റെ പാർട്ട്ണറോ അല്ലെങ്കിൽ അതിന്റെ ഓണർ, ഓക്കെ, ഫേമിൽ നിന്ന് പേഴ്സണൽ യൂസിന്, അദ്ദേഹത്തിന്റെ പേഴ്സണൽ യൂസിന് വേണ്ടി കുറച്ച് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ തിരിച്ച് ആ പാർട്ട്ണർ അല്ലെങ്കിൽ ആ ഓണർ തിരിച്ച് ഫേമിന് എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നറിയാം. ആൻഡ് ദാറ്റ് ഇസ് നോൺ ആസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇത്രയുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ അർത്ഥം എന്ന് പറയുന്നത് അത് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം? ഒന്ന്, കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഇറഗുലർ ഡ്രോയിങ്സ് എന്നുള്ള രീതിയിൽ ചോദിക്കാം ആൻഡ് റെഗുലർ ഡ്രോയിങ്സ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. ആദ്യം നമുക്ക് എന്താണ് ഇറഗുലർ ഡ്രോയിങ്സ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, ഒരു കമ്പനിയുടെ അക്കൗണ്ടിങ് ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 12 months ആണ് എന്ന് നമുക്കറിയാം. അപ്പം അതിൻ്റെ സ്റ്റാർട്ടിങ് ഫ്രം ഏപ്രിൽ, 1st April തൊട്ട് 31st March വരെയാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇയർ. സോ നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ തന്നെ മനസ്സിലാക്കാം. സേ ഒരു 1st April, ഓക്കെ, 1st April റാം എന്ന് പറയുന്ന ആള്, ഓക്കെ, ആരാണ്? റാം എന്ന് പറയുന്ന ആള് സേ ഒരു 20,000 വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഡ്രോയിങ്സ് എന്നുള്ള രീതിയിൽ 20,000 വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്ന് വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെയായിരിക്കും ഇവിടെ കൂട്ടുന്നത്? ദാ ഇവിടെ അതിന്റെ റേറ്റ് തന്നിട്ടുണ്ട്. 10% ആണ് ഡ്രോയിങ്സിന്റെ ഇൻട്രസ്റ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ സിമ്പിൾ അല്ലേ? 1st April ആണ് തന്നിരിക്കുന്നത്. ഇനി ബാക്കി ഫുള്ളും 31st March വരെ അദ്ദേഹം അതിന്റെ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ട് വരും, വിച്ച് ഇസ് ദ ഹോൾ ഇയർ. 12 months അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും കൂട്ടുന്നത്? 20,000 റേറ്റ് 10/100. എന്താ 10/100 എന്ന് വെച്ചാൽ 10% ഇൻടു എത്ര മന്ത് ആണ് ടോട്ടൽ ഉള്ളത്? നമുക്ക് 12 months ആണുള്ളത്. ഇനി എത്ര മന്ത് ആണ് അവർ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടത്? ദ ഹോൾ 12 months, അതായത് 1 എന്ന് നമുക്ക് എഴുതാം. അതായത് അതിന്റെ അർത്ഥം നമുക്കിത് എഴുതേണ്ട കാര്യം പോലുമില്ല. ദാറ്റ് ഇസ് 20,000 10% എന്ന് പറയുന്നത് എത്രയാണ്? 20% 10% എന്ന് പറയുന്നത് 2,000. സോ ദിസ് ഇസ് ദ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓഫ് റാം. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. അടുത്ത ഒക്ടോബർ ആവട്ടെ. ഒക്ടോബർ, ഓക്കെ, 1st October രാജ് എന്ന് പറയുന്ന മറ്റൊരു പാർട്ട്ണർ സേ ഒരു 40,000 വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്ന് വെക്കുക. ഇവിടെയും പെർസെൻറ്റേജ് റേറ്റ് സെയിം തന്നെയാണ്, 10% ആണ്. ഓക്കെ, 10% ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ 1st April അല്ല, October 1st അതായത് മിഡിൽ ഓഫ് ദി ഇയറിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? പൈസ വിഡ്രോ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി എത്ര മന്ത് ഉണ്ട് എന്ന് മാത്രം കൂട്ടിയാൽ പോരെ? ഒരു വർഷത്തിൽ ടോട്ടൽ 12 months ആണുള്ളത്. ഇനി ബാക്കി ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ആൻഡ് മാർച്ച്, ഇങ്ങനെ 6 മാസം, 6 months ആണ് ഇനി ബാക്കി അദ്ദേഹം ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടതായിട്ടുള്ളത്. സോ 40,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12 എന്ന രീതി കൂടെ എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? നമുക്കറിയാം, 40,000 10% എന്ന് പറയുന്ന 4,000 ആണ്. 4,000 1/2 ഹാഫ് എന്ന് പറയുന്നത് 1/2 എന്ന് പറയുന്ന 2,000 അല്ലേ? സിമ്പിൾ. ഓക്കെ, ക്ലിയർ? ഇങ്ങനെ ക്വിക്ക് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. 1st Jan രവി എന്ന് പറയുന്ന മറ്റൊരു പാർട്ട്ണർ സേ ഒരു 60,000 ഡ്രോ ചെയ്തിട്ടുണ്ട് എന്ന് വെക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 10% ആണ് റേറ്റ് ഇൻടു ജാനുവരി, ഫെബ്രുവരി ആൻഡ് മാർച്ച്. 3 months അല്ലേ ഇനി ബാക്കിയുള്ള? 3/12 is equal to 60 ഇൻറ്റു 10% എന്ന് പറയുന്ന 6,000 ആണ്, ഇൻറ്റു 3/12 എന്ന് പറയുമ്പോൾ we will get 1,500 as interest of രവി. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ
നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഗൗതമിന്റെ ഡ്രോയിങ് ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന 6% ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയുന്നത്, 1st April 10,000 ഡ്രോ ചെയ്തിട്ടുണ്ട്, 1st June 9,000 ഡ്രോ ചെയ്തിട്ടുണ്ട്, 1st November 14,000 ആൻഡ് 1st December 5,000. ഇങ്ങനെയാണ് ഡ്രോയിങ്സിന്റെ കണക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 10,000ന്റെ 6% ആദ്യം കണ്ടുപിടിക്കണം. 1st April ആണ്, അപ്പൊ ബാക്കി 12 months ഉണ്ട്. അപ്പം അങ്ങനെ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, വിച്ച് ഇസ് 600. ഞാൻ ഇവിടെ എഴുതുവാണേ, 600 ആണ് ആരുടെ, ഗൗതമിന്റെ ഫസ്റ്റ് ഡ്രോയിങ്സിന്റെ മണി. ഇനി അടുത്തത് പിന്നെയും ഗൗതം തന്നെ June 1st 9,000 ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാൽക്കുലേഷൻ നമ്മൾ എങ്ങനെ ചെയ്യും, ഇൻട്രസ്റ്റ് ഓൺ കാൽക്കുലേഷൻ നമ്മൾ എങ്ങനെ ചെയ്യും, ഡ്രോയിങ്സിന്റെ കാൽക്കുലേഷൻ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. എത്ര മന്ത് ആയി, 10 months ആണുള്ളത്. 10 out of 12 months is equal to we will be getting 450 rupees ആയിരിക്കും ജൂണിൽ ഗൗതം പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്, ജൂൺ തൊട്ട്. നെക്സ്റ്റ് നവംബർ, 1st November 14,000 അദ്ദേഹം പിന്നെയും വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്, 6/100 into നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, അതായത് 5/12. 5/12 എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ we will be getting 350. and next ഡിസംബർ 6/100 into December, January, February, March, we'll be getting 4/12 and calculate ചെയ്യുമ്പോൾ 100 rupees ആണ്. ആൻഡ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഗൗതമിന്റെ ടോട്ടൽ എന്താണ്, ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആ ഒരു വർഷം ഫുള്ളും 600 plus 450 plus 350 plus 100 we'll be getting 1,500. അപ്പം ആ ഒരു വർഷം ഫുള്ളും ഗൗതം പേ ചെയ്യേണ്ട ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എത്രയാണ്, 1,500 ആണ്. പക്ഷേ ഇത് നമുക്ക് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അല്ലേ. ഇതിനെക്കാട്ടിലും നമുക്ക് മറ്റൊരു എളുപ്പ മെത്തേഡ്, ഒരു എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു ഇറഗുലർ ആയിട്ടുള്ള ഡ്രോയിങ്സ് ആണ് നമുക്ക് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ യൂസ് ദിസ് മെത്തേഡ് വിച്ച് ഇസ് നോൺ ആസ് പ്രോഡക്റ്റ് മെത്തേഡ്. എങ്ങനെയാണ് പ്രോഡക്റ്റ് മെത്തേഡ്, ആദ്യം നമ്മൾ ഈ ഒരു വിഡ്രോ ചെയ്ത എമൗണ്ട് ഒക്കെ എഴുതി വെക്കുക. ഓക്കെ, എത്രയൊക്കെയാണ്, ആദ്യം 1,000 പേ ചെയ്തിട്ടുണ്ട്, വിഡ്രോ ചെയ്തിട്ടുണ്ട്, പിന്നെ 9,000 വിഡ്രോ ചെയ്തിട്ടുണ്ട്, പിന്നെ എത്രയാണ് 14,000, അടുത്തത് 5,000. ഇങ്ങനെ 4 തവണയായിട്ടാണ് ഡ്രോയിങ്സ് ഗൗതം വിഡ്രോ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ 10,000 വിഡ്രോ ചെയ്തപ്പം ബാക്കി എത്ര മന്ത് ഉണ്ടായിരുന്നു, ബാക്കി ഫുള്ളും 12 months തന്നെ ഉണ്ടായിരുന്നു. അപ്പം 10,000 into 12 ചെയ്യുക. 9,000 വിഡ്രോ ചെയ്തപ്പം ബാക്കി എത്ര മന്ത് ഉണ്ടായിരുന്നു, 10 months ഉണ്ടായിരുന്നു. അപ്പം 9 into 10 ചെയ്യുക. 14,000 വിഡ്രോ ചെയ്തപ്പം ബാക്കി എത്ര മന്ത് ഉണ്ടായിരുന്നു, 5 months ഉണ്ടായിരുന്നു. 14 into 5 ആൻഡ് 5,000 വിഡ്രോ ചെയ്തപ്പം ബാക്കി എത്ര മന്ത് ഉണ്ടായിരുന്നു, 4 months ആയിരുന്നു. സോ 5 into 4. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. 10,000 into 12 എന്ന് പറയുന്നത് 1,20,000 ആണ്. ഓക്കെ, ആൻഡ് 9,000 into 10 എന്ന് പറയുന്നത് 90,000 ആണ്. ആൻഡ് 14,000 into 5 എന്ന് പറയുന്നത് 70,000 ആണ്. ആൻഡ് 5,000 into 4 എന്ന് പറയുന്നത് 20,000 ആണ്. ആൻഡ് ഇതിന്റെ ടോട്ടൽ എന്ന് എടുക്കാം. ഓക്കെ, ടോട്ടൽ വിൽ ബി ഗെറ്റിംഗ് 3 lakh. ഓക്കെ, ഇത് നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇത് അറിയാമെങ്കിൽ, ഇല്ലെങ്കിൽ ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് മെത്തേഡിന്റെ ഒരു ഫോർമുല നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഫോർമുല? ഫോർമുല ഇസ് IOD is equal to ടോട്ടൽ പ്രോഡക്റ്റ്. എന്താണ്? ടോട്ടൽ പ്രോഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. ഈ 1/12 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, 1/12 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. എപ്പോഴും ഈ ഒരു ഫോർമുലയുടെ കൂട്ടത്തിൽ 1/12 എന്നും കൂടെ എഴുതി വെക്കുക. ഇനി ഇതെല്ലാം അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താ ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ, ടോട്ടൽ പ്രോഡക്റ്റ് ഇസ് 3 lakh. ഇതാണ് നമ്മുടെ ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ടോട്ടൽ പ്രോഡക്റ്റ് ഇസ് 3 lakh. ഞാൻ ഇവിടെ എഴുതാവേ, 3 lakh ടോട്ടൽ പ്രോഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100, 6/100
into 1/12. അത് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1/12 എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ളൊരു ഇതാണ്. സോ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ we will be getting yes 1500 തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ 1500ഉം ഈ 1500ഉം സെയിം ആയോ, നമുക്ക് സെയിം ആയോ? പക്ഷെ ഇതിന്റെ വ്യത്യാസം എന്തായിരുന്നു, ഇവിടെ ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്തപ്പം കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് ആയിരുന്നു. ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റി. മനസ്സിലായോ? സോ ഇവിടെ ഈ കാൽക്കുലേഷൻ മാത്രം നിങ്ങൾ കുറച്ച് എളുപ്പം, അത് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ, എളുപ്പം നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്ത ഒരു കാര്യം, അതായത് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് ഈ റെഗുലർ ഡ്രോയിങ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഇത്രയും ഇറഗുലർ ഡ്രോയിങ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഏതാണ്, റെഗുലർ ഡ്രോയിങ്സിനെ കുറിച്ചാണ്. ഓക്കെ, സോ റെഗുലർ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെയും നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ഫുള്ളും എല്ലാ മന്തും ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. എല്ലാ മന്തും ഒരു പാർട്ട്ണർ 1000 rupees വെച്ച് വിഡ്രോ ചെയ്യുന്നുണ്ട്, അതായത് റെഗുലർ ആയിട്ട് ഡ്രോയിങ്സ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, റെഗുലർ ആയിട്ടുള്ള ഡ്രോയിങ്ങും കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ യൂണിഫോം ആയിട്ടുള്ള എമൗണ്ടും സെയിം എമൗണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഡ്രോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പ്രോഡക്റ്റ് മെത്തേഡ് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. പ്രോഡക്റ്റ് മെത്തേഡ് വെച്ചാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, നമുക്ക് ആ ബാക്കി മന്ത് ഏപ്രിൽ ബാക്കി മന്ത് എന്ന് പറയുന്നത് 12, 11 and 10, 9, 8, 7, 6, 5, 4, 3, 2 and 1 ഇങ്ങനെയല്ലേ. അപ്പൊ ഇതെല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇതെല്ലാം നമുക്ക് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യാം. 12,000, 11,000, 10,000, 9,000, 8,000, 7,000 അങ്ങനെ പോയിട്ട് വിൽ ബി റീച്ചിങ് ടു 1000 rupees ആയിട്ട് നമുക്ക് വരും. ആൻഡ് ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം 78,000 ആയിരിക്കും നമുക്ക് ടോട്ടൽ വരുന്നത്. ആൻഡ് ടോട്ടൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫോർമുല യൂസ് ചെയ്യണം. IOD is equal to total product into rate by 100 into 1/12, where 1/12 is a constant ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 78,000 ടോട്ടൽ പ്രോഡക്റ്റ് ഇൻറ്റു ഇവിടെ റേറ്റ് പറഞ്ഞിട്ടില്ല, വിൽ ബി അസ്യൂമിങ് ഇറ്റ് ആസ് 10% ഇൻറ്റു 1/12. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം വി വിൽ ബി ഗെറ്റിംഗ് 650 rupees ആയിരിക്കും നമുക്ക് ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നും പറഞ്ഞ് വരുന്നത്. ഓക്കെ, സോ അഗെയിൻ ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ്. റെഗുലർ ഡ്രോയിങ്സ് ആണ്, എല്ലാ മാസവും സെയിം എമൗണ്ട് വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, കുറച്ച് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് വി വിൽ ബി യൂസിങ് ഇവിടെ റെഗുലർ മെത്തേഡിൽ വരുമ്പം നമ്മൾ റെഗുലർ ഡ്രോയിങ്സ് വരുമ്പം ഇവിടെ നമ്മൾ അടുത്ത ഒരു മെത്തേഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്, വിച്ച് ഈസ് ആവറേജ് ടൈം പീരിയഡ് മെത്തേഡ്. എന്താണ് ആവറേജ് ടൈം പീരിയഡ് മെത്തേഡിന്റെ എന്ത് നോക്കണം, നമ്മള് ഫോർമുല ജസ്റ്റ് ഒന്ന് നോക്കണം. IOD is equal to എന്താണ്, ആദ്യം ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു ആവറേജ് ടൈം പീരിയഡ് ഡിവൈഡഡ് ബൈ 12. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ആവറേജ് ടൈം പീരിയഡ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ടൈം പീരിയഡ് ഓഫ് ഫസ്റ്റ് ഡ്രോയിങ്സ്. ഇവിടെ എന്നാണ് ഫസ്റ്റ് ഡ്രോയിങ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്, 1st ഏപ്രിലാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഡ്രോയിങ്സ് ചെയ്തിട്ടുള്ളത്, പ്ലസ് ടൈം പീരിയഡ് ഓഫ് ലാസ്റ്റ് ഡ്രോയിങ്സ്. ഇവിടെ ലാസ്റ്റ് ഡ്രോയിങ്സ് എന്നാണ് ചെയ്തിട്ടുള്ളത്, ഡിവൈഡഡ് ബൈ 2. ആവറേജ് ആണ്, സോ ഡിവൈഡഡ് ബൈ 2. ലാസ്റ്റ് ഡ്രോയിങ്സ് 1st മാർച്ചിലാണ് ചെയ്തിട്ടുള്ളത്.
ഓക്കെ, അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡ്രോയിങ് എന്നാണോ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ഫസ്റ്റ് ഡ്രോയിങ്സിൽ നിന്ന് ബാക്കി മന്ത് എത്രയാണുള്ളത്, ലാസ്റ്റ് ഡ്രോയിങ്സ് എന്നാണോ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ലാസ്റ്റ് ഡ്രോയിങ്സിൽ നിന്ന് ബാക്കി എത്രയാണുള്ളത്. ഫസ്റ്റ് ഡ്രോയിങ്സിൽ നിന്ന് നമുക്കിനി ബാക്കി എത്ര മന്ത് ആണുള്ളത്, 12 മന്ത് ആണുള്ളത് അല്ലെ. 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 പ്ലസ് ലാസ്റ്റ് ഡ്രോയിങ്സ് എന്നാടാ ചെയ്തിട്ടുള്ളത്, ഫസ്റ്റ് മാർച്ച് ആണ് ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ ബാക്കി ടൈം പീരീഡ് എത്രയാണ്, 1. അതായത് ഫസ്റ്റ് മാർച്ച് ആണ്, ഇനി 31st മാർച്ച് വരെ 1 മന്ത് നമുക്കിനി ബാക്കി ഉണ്ട്. സോ 12 plus 1 divided by 2 which is equal to 6.5 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യണം. ദാറ്റ് ഇസ് ടോട്ടൽ ഡ്രോയിങ്സ് എത്രയാണ്, ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡ്രോയിങ്സ് എത്രയാണ്, ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 1000 into 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 12,000 ആണ് ടോട്ടൽ ഡ്രോയിങ്സ്. അത് നമുക്കറിയാം. സോ 12,000 into rate by 100, 10 അല്ലേ, 10% divided by 100 into average time period divided by 12. ഈ average time period, ഈ amount ആണ് ഈ 6.5 എന്ന് നമ്മൾ കണ്ടുപിടിച്ചത്. സോ 6.5 divided by 12. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം again we'll be getting 650 rupees ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതേ 650 അല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത്. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് കുറച്ചും കൂടി ടൈം കൺസ്യൂമിങ് ആയിരുന്നു. ആവറേജ് ടൈം പീരിയഡ് മെത്തേഡ് വെച്ച് നമ്മൾ യൂസ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് എളുപ്പത്തിന് നമുക്ക് 650 ആ ഒരു ആൻസറിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റി. ക്ലിയർ ആയോ? ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ആവറേജ് ടൈം പീരിയഡ് മെത്തേഡ് നമ്മളിപ്പോൾ നോക്കിയത് മന്ത്ലി ഡ്രോയിങ്സിനെ കുറിച്ചാണ്. മന്ത്ലി അറ്റ് ദ ബിഗിനിങ് ഓഫ് എവറി മന്ത് അതാണ് നമ്മൾ നോക്കിയത്. ഇനി ഇതല്ലാതെ ഈ ആവറേജ് ടൈം പീരിയഡ്, ഈ മന്ത്ലി ഡ്രോയിങ്സ് ആണ് ഇവിടെ നോക്കിയത്. മന്ത്ലി ഡ്രോയിങ്സ് തന്നെ ബിഗിനിങ് ഓഫ് എവറി മന്ത് ആവാം, മിഡിൽ ഓഫ് എവറി മന്ത് ആവാം, അറ്റ് ദ എൻഡ് ഓഫ് എവറി മന്ത് ആവാം. ഇത് കൂടാതെ ക്വാർട്ടർലി ഡ്രോയിങ്സ് ആണെന്നുണ്ടെങ്കിൽ ബിഗിനിങ് ഓഫ് എവറി ക്വാർട്ടർലി മന്ത്, മിഡിൽ ഓഫ് എവറി ക്വാർട്ടർലി മന്ത് ആൻഡ് എൻഡ് ഓഫ് എവറി ക്വാർട്ടർലി മന്ത് ആവാം. അതേപോലെ തന്നെ ഹാഫ് ഇയർലിയിലും ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ് ആവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഇവിടെ ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് പോകുന്നത്? അതിന് നമുക്ക് ക്ലിയർ ആയിട്ട് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പോകണം. ആദ്യം ഈ കാര്യം ഒന്ന് മനസ്സിലാക്കുക. ആവറേജ് ടൈം പീരിയഡ് എന്ന് പറയുമ്പം ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഇത് ഡിവൈഡഡ് ബൈ അല്ല, രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിച്ച് ഇസ് ആവറേജ് ടൈം പീരിയഡ് ഓഫ് ഫസ്റ്റ് ഡ്രോയിങ്സ് ടൈം പീരിയഡ് ഓഫ് ഫസ്റ്റ് ഡ്രോയിങ്സ് ആൻഡ് ടൈം പീരിയഡ് ഓഫ് ലാസ്റ്റ് ഡ്രോയിങ്സ്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ടൈം പീരിയഡ് ഓഫ് ഫസ്റ്റ് ഡ്രോയിങ്സ്, അതായത് ഫസ്റ്റ് ഡ്രോയിങ്സ് എന്നാണോ ചെയ്തത് അതിന്റെ ബാക്കി മന്ത് എത്രയാണ് ഉള്ളതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ടൈം പീരിയഡ് ഓഫ് ലാസ്റ്റ് ഡ്രോയിങ്സ് ചെയ്തതിന് ശേഷം ബാക്കി എത്ര ടൈം ആണ് ഉള്ളത് എന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, മന്ത്ലി ബിഗിനിങ് ഓഫ് എവറി മന്ത്. ഓക്കെ, ബിഗിനിങ് ഓഫ് എവറി മന്തിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സോ ബിഗിനിങ് ഓഫ് എവറി മന്ത് എന്ന് പറയുമ്പം ഇത് ഏപ്രിലിൽ ബിഗിനിങ് ഓഫ് എവറി മന്ത്, ഏപ്രിൽ, മെയ്, ജൂൺ, അങ്ങനെ എല്ലാ മാസവും മാർച്ചും ഫസ്റ്റ് മാർച്ച് നമ്മൾ ഡ്രോയിങ്സ് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ബിഗിനിങ് ഓഫ് എവറി മന്ത് ടൈം പീരിയഡ് ഫസ്റ്റ് ഡ്രോയിങ്സ് ഫസ്റ്റ് ഏപ്രിലായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി ടൈം പീരിയഡ് എത്രയാണ്? 12 months ആണ്. ആൻഡ് ലാസ്റ്റ് ഡ്രോയിങ്സിന്റെ ബാക്കി ടൈം പീരിയഡ് എത്രയാണ്? 1 month ആണ്. ഇത് 1 month ഇവിടെ ബാക്കി ഇനി വരും. അപ്പം ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പം വിൽ ബി ഗെറ്റിംഗ് 6.5. ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മിഡിലിന്റെ കാര്യം നോക്കാം. ഓക്കെ, മിഡിൽ എന്ന് പറയുമ്പം ഏപ്രിലിന്റെ ദാണ്ട് ഈ ഒരു ഭാഗമായിട്ടായിരിക്കും. അതായത് 15th of ഏപ്രിലായിരിക്കും മിഡിൽ ഓഫ് ദി മന്ത് എന്ന് പറയുന്നത്. 15th of ഏപ്രിലായിരിക്കും എന്താണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഡ്രോയിങ്സ് എന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കി ടൈം പീരിയഡ് എത്ര ആയിരിക്കും? ബാക്കി ഇവിടെ മൊത്തം നമുക്ക് 12 months ഇവിടെ വരും അല്ലെ. 12 അല്ല, 11 months വരും. ആൻഡ് പ്ലസ് ഈ ഒരു ഹാഫ് മന്തും കൂടെ എടുത്താൽ മതി. ദാറ്റ് ഇസ് 11.5 ആയിരിക്കും ടൈം പീരിയഡ് ഓഫ് ഫസ്റ്റ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഇനി ടൈം പീരിയഡ് ഓഫ് ലാസ്റ്റ് ഡ്രോയിങ്സ് നോക്കിക്കേ, പ്ലസ്
ടൈം പീരിയഡ് ഓഫ് ലാസ്റ്റ് ഡ്രോയിങ്സ് എന്ന് പറയുമ്പം മാർച്ച് ഹാഫ് ആയിരിക്കുമല്ലോ മിഡിൽ എന്ന് പറയുന്നത്, 15th ആയിരിക്കുമല്ലോ മിഡിൽ എന്ന് പറയുന്നത്, അതായിരിക്കുമല്ലോ നമ്മുടെ ലാസ്റ്റ് ഡ്രോയിങ്സ്. ഇനി ബാക്കി എത്ര മന്ത് ഉണ്ട്? ബാക്കി ഹാഫ് മന്തേ ഉള്ളു. അപ്പം 0.5 ഡിവൈഡഡ് ബൈ 2 നമുക്ക് ചെയ്യുമ്പം വി വിൽ ബി ഗെറ്റിംഗ് എത്രയാണ്? 11.5 പ്ലസ് 0.5 എന്ന് പറയുന്നത് 12 ആണ്. 12/2 എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ഇത് നോക്കാം. മറ്റൊരു എന്താണ്? എൻഡ്. അടുത്ത കാര്യം നോക്കാം, എൻഡ്. അതായത് ഏപ്രിൽ ലാസ്റ്റ് 31st ഏപ്രിൽ ആകുമ്പോഴായിരിക്കും എന്താണ് അടുത്ത, അല്ലെങ്കിൽ 30th ഏപ്രിൽ ആകുമ്പോഴായിരിക്കും അടുത്ത അവരുടെ ഫസ്റ്റ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഏപ്രിൽ മന്ത് നമുക്ക് കൂട്ടേണ്ട കാര്യമുണ്ടോ? ഇവിടെ എങ്ങും അദ്ദേഹം ഡ്രോ ചെയ്തിട്ടില്ല. ഏപ്രിൽ 30th ലാസ്റ്റ് ഓഫ് ഏപ്രിൽ ആണ് അദ്ദേഹം ഡ്രോ ചെയ്തത് എന്നുണ്ടെങ്കിൽ ഈ മന്ത് നമുക്ക് കൂട്ടേണ്ട കാര്യമില്ല. സോ ഏപ്രിൽ അല്ലാതെ ബാക്കി ഇനി എത്ര മന്ത് ഉണ്ട്? ബാക്കി 11 മന്ത്സ് ആണുള്ളത്. പ്ലസ് ഇനി മാർച്ച് ലാസ്റ്റ്, എൻഡ് ഓഫ് എവറി മന്ത് അല്ലേ? എൻഡ് ഓഫ് എവറി മന്ത് അല്ലേ? മാർച്ച് 31st ആയപ്പോഴാണ് അടുത്ത ഡ്രോയിങ്സ്, ലാസ്റ്റ് ഡ്രോയിങ്സ് നടന്നത്. ഇനി ബാക്കി ടൈം പീരിയഡ് ഉണ്ടോ? ഇല്ല. 0 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് 5.5. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് എന്ത് മനസ്സിലാക്കണം? ക്വാർട്ടർലി ഡ്രോയിങ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ക്വാർട്ടർലി ബിഗിനിങ് ഓഫ് എവറി ക്വാർട്ടർലി മന്ത്. ക്വാർട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? മൊത്തത്തിൽ 12 മന്ത് ആണുള്ളത്. അത് 4 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം ഒരു ക്വാർട്ടർ എന്ന് പറയുന്നത് 3 മന്ത്സ് ആയിരിക്കും നമുക്ക് വരുന്നത്, അല്ലേ? എത്രയാണ്? 3 മന്ത്സ് ആയിരിക്കും നമുക്ക് വരുന്നത്. സോ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഒരു ക്വാർട്ടർ, ജൂൺ വരെ ഒരു ക്വാർട്ടർ, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മറ്റൊരു ക്വാർട്ടർ, ഒക്ടോബർ നവംബർ ഡിസംബർ മറ്റൊരു ക്വാർട്ടർ, ആൻഡ് ജാനുവരി ഫെബ്രുവരി മാർച്ച് മറ്റൊരു ക്വാർട്ടർ. അപ്പൊ ക്വാർട്ടർലി ഡ്രോയിങ്സിനെ കുറിച്ചുള്ള കാര്യം മനസ്സിലായല്ലോ. ഇനി ക്വാർട്ടർലി ബിഗിനിങ് ആണെന്നുണ്ടെങ്കിൽ എവറി ബിഗിനിങ് ഓഫ് എവറി ക്വാർട്ടർലി മന്ത്. ഓക്കെ, സോ ഇവിടെ ആദ്യം ഡ്രോ ചെയ്യും, ആൻഡ് ജൂലൈ 1st ഡ്രോ ചെയ്യും, ഒക്ടോബർ 1st ഡ്രോ ചെയ്യും, ജാനുവരി 1st ഡ്രോ ചെയ്യും. പക്ഷെ നമുക്ക് ഇവിടെ നോക്കേണ്ട കാര്യം ടൈം പീരിയഡ്, അതായത് ബാക്കി ഫസ്റ്റ് ഡ്രോയിങ്സിന്റെ ബാക്കി ടൈം പീരിയഡ് മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് പീരിയഡിന്റെ ബാക്കി ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1st. ഇനി ബാക്കി 12 മന്ത്സ് ആണുള്ളത്. സോ 12. ഇനി ലാസ്റ്റ് ഡ്രോയിങ്സിന്റെ ബാക്കി ടൈം പീരിയഡ് എത്രയാണ്? ലാസ്റ്റ് ഡ്രോയിങ്സ് ജാനുവരി 1st ആണ് നടത്തിയത്. സോ ജാനുവരി, ഫെബ്രുവരി ആൻഡ് മാർച്ച് 3 months ഡിവൈഡഡ് ബൈ 2 is equal to 15/2 എന്ന് പറയുമ്പം 7.5 ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വാർട്ടർലി മിഡിൽ ഓഫ് എവറി ക്വാർട്ടർലി മന്ത് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്? മിഡിൽ ഓഫ് എവറി ക്വാർട്ടർലി മന്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഏപ്രിൽ മെയ് ഹാഫിലായിരിക്കും നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ബാക്കി മന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഏപ്രിൽ നമ്മൾ എടുത്തിട്ടുണ്ടോ? ഇല്ല. മെയ് ഫസ്റ്റ് ഹാഫ് നമ്മൾ എടുത്തിട്ടുണ്ടോ? ഇല്ല. വിഡ്രോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പം 1.5 മന്ത് നമ്മൾ കൂട്ടൂല. ഇനി ബാക്കി നമ്മളായിരിക്കും കൂട്ടുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു ഹാഫ് മന്ത് ഉണ്ട്. പിന്നെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്. ഇവിടെ ആയിരിക്കും അവരുടെ ലാസ്റ്റ് ഇതെന്ന് പറയുന്നത്, അല്ലേ? ഇവിടെ ഫെബ്രുവരി ഹാഫ് ആയിരിക്കും അവര് എന്ത് ചെയ്യുന്നത്? വിഡ്രോ ചെയ്യുന്നത്. സോ ഈ ഒരു മന്ത് നമ്മൾ കൂട്ടോ? ബാക്കി ഇല്ല. ആൻഡ് സോ ഇവിടെ നമ്മൾ മൊത്തം കൂട്ടുമ്പം ഇവിടെ 10 പ്ലസ് 9 പ്ലസ് 2 ഹാഫ് വരുന്നുണ്ട്. സോ 10. അതായിരിക്കും നമ്മുടെ ടൈം പീരിയഡ് ഓഫ് ഫസ്റ്റ് ഡ്രോയിങ്സ് വരുന്നത്. ആൻഡ് ടൈം പീരിയഡ് ഓഫ് ലാസ്റ്റ് ഡ്രോയിങ്സ് നോക്കിക്കേ, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ലാസ്റ്റ് ഡ്രോയിങ്സ് ചെയ്യുന്നത് ഫെബ്രുവരി ഹാഫ് ആയിരിക്കും. ആൻഡ് ഇവിടെ ഒരു ഹാഫ്, ആൻഡ് ഇവിടെ ഒരു മന്ത് ഫുള്ളും നമുക്കുണ്ട്. സോ 1.5 ഡിവൈഡഡ് ബൈ 2 നമ്മൾ ചെയ്യുമ്പം വി വിൽ ബി ഗെറ്റിംഗ് 12/2 is equal to 6 ആയിരിക്കും ഇതിന്റെ ആൻസർ, അല്ലെങ്കിൽ ആവറേജ് ടൈം പീരിയഡ് എന്ന് പറയുന്നത്. ഇനി എൻഡ് ഓഫ് എവറി മന്ത് നോക്കിക്കേ. എൻഡ് ഓഫ്
എൻഡ് ഓഫ് എവറി ക്വാർട്ടർലി മന്ത് എന്ന് പറയുമ്പോൾ ജൂൺ ലാസ്റ്റ്, സെപ്റ്റംബർ ലാസ്റ്റ്, ഡിസംബർ ലാസ്റ്റ് ആൻഡ് മാർച്ച് ലാസ്റ്റ് എന്ന് പറയുമ്പം നമുക്ക് അവിടെ മൊത്തം 9 months ആണ് ഫസ്റ്റ് ഡ്രോയിങ്സിൽ ബാക്കിയുള്ളത്. ബാക്കി 31st മാർച്ച് എൻഡ് അല്ലേ, 0 ആണ്. സോ 2 is equal to എത്രയായിരിക്കും വരുന്നത്, 4.5 ആയിരിക്കും വരുന്നത്. സോ ഇതാണ് നമ്മുടെ ക്വാർട്ടർലി ഡ്രോയിങ്സിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. സോ ഇത് മനസ്സിലായെന്നുണ്ടെങ്കിൽ നമുക്കിനി ഒരു കാര്യം കൂടി മനസ്സിലാക്കിയാൽ മതി, വിച്ച് ഇസ് ഹാഫ് ഇയർലി ഡ്രോയിങ്സ്. ഹാഫ് ഇയർലി ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ ഹാഫ് ഇയർ ടോട്ടലി നമുക്ക് 12 months ആണ് ഉള്ളത്. അതിൽ ബാക്കി വരുന്ന 6 months, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, ഒക്ടോബർ, നവംബർ, ജാനുവരി, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. ഓക്കെ, സോ ഇങ്ങനെ 6 monthsന്റെ കാര്യം മാത്രം നമ്മൾ കണക്കൂട്ടിയാൽ മതി. ഇതിൽ നമുക്ക് ബിഗിനിങ് ആണെന്നുണ്ടെങ്കിൽ ബിഗിനിങ് എവിടെയായിരിക്കാം, ഒക്ടോബർ ഫസ്റ്റിലായിരിക്കും. ഒക്ടോബർ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് 6 months ആണുള്ളത്. ആൻഡ് ലാസ്റ്റ് ഡ്രോയിങ്സിന്റെ ബാക്കി മാർച്ച് ഫസ്റ്റ് ആയിരിക്കും. ഇനി ബാക്കി 1 month ആണുള്ളത്. 1/2 എന്ന് പറയുമ്പം 7/2 വിച്ച് ഇസ് 3.5. അത് ക്ലിയർ ആണോ? അത് ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാം. മിഡിൽ ഓഫ് എവറി ഹാഫ് ഇയർലി മന്ത്, അതായത് ഒക്ടോബർ ഒക്ടോബർ ഹാഫ് ആയപ്പോഴാണ്. സോ ഇവിടെ നമുക്ക് ബാക്കി 5 months ഉണ്ട്. ബാക്കി എത്രയാണ്, 5 months ഉണ്ട്. ആൻഡ് ഇവിടെ പ്ലസ് ഒരു ഹാഫ് മന്ത്. സോ 5.5 പ്ലസ് ലാസ്റ്റ് ഡ്രോയിങ്സ് നമ്മുടെ ഇവിടെ മാർച്ച് 15th ആയിരുന്നു. ആൻഡ് ബാക്കി 0.5 ഉണ്ട്, ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 5.5 പ്ലസ് 0.5 6 വരും, ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 3. ഇനി എൻഡ് ഓഫ് എവറി ഹാഫ് ഇയർലി മന്ത് എന്ന് പറയുമ്പം ഒക്ടോബർ ഒക്ടോബർ ലാസ്റ്റ് 31st ആയിട്ടായിരിക്കും വരുന്നത്. ഒക്ടോബർ 30 or 31st, വാട്ട് എവർ ഇറ്റ് ഇസ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഇനി എത്ര മന്ത് ഉണ്ട്, 5 months ഉള്ളു അല്ലെ. പ്ലസ് ഇവിടെ മാർച്ച് 31st ആണ് ലാസ്റ്റ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഇനി ബാക്കി മന്ത് ഉണ്ടോ, ഇല്ല. സോ 0 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 2.5. മനസ്സിലായോ? സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഇസ് രാഹുൽ വിഡ്രോ ഫോളോയിങ് അമൗണ്ട്, കാൽക്കുലേറ്റ് IOD ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് ദ റേറ്റ്. ഏതാണ് അറ്റ് ദ റേറ്റ് എന്ന് പറയുന്നത് 6% per annum ആണ്. സോ ഫസ്റ്റ് എന്താ തന്നേക്കുന്നത്, ₹10,000 ഇൻ ദ ബിഗിനിങ് ഓഫ് എവറി മന്ത്. മന്ത്ലി ഡ്രോയിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. സോ മന്ത്ലി ഡ്രോയിങ്സ് തന്നെ ആദ്യം എന്താണ്, ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു ആവറേജ് ടൈം പീരിയഡ് ഡിവൈഡഡ് ബൈ 12. ഇതാണല്ലോ നമ്മുടെ IOD കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത്. ഇതിനകത്ത് ആദ്യം നമ്മൾ ടോട്ടൽ ഡ്രോയിങ്സ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്, 10,000 ഇൻറ്റു എവറി മന്തും 10,000 എടുത്തിട്ടുണ്ട്. സോ 12. അപ്പൊ എത്രയായിരിക്കും, ടോട്ടൽ ഡ്രോയിങ്സ് 1,20,000 ഇൻറ്റു 6/100 ഇൻറ്റു ആവറേജ് ടൈം പീരിയഡ് എത്രയാണ്, എവറി മന്ത് ബിഗിനിങ് ആകുമ്പം ആവറേജ് ടൈം പീരിയഡ് എത്രയാണെന്ന് നോക്ക് 6.5 ആണ്. സോ 6.5 divided by 12 ചെയ്യുമ്പം we will be getting 3,900 rupees ആണ് അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇനി മറ്റൊരു കേസ് നോക്കിക്കേ, ₹10,000 ഇൻ ദ മിഡിൽ ഓഫ് എവറി മന്ത് ആണെന്നുണ്ടെങ്കിലോ, മിഡിൽ ഓഫ് എവറി മന്ത് ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ എവറി മന്ത് ആണ്. സോ ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 10,000 ഇൻറ്റു 12 ഇസ് ഈക്വൽ ടു 1,20,000 ആയിരിക്കും വരുന്നത്. റേറ്റ് 6/100 ഇൻറ്റു മിഡിൽ ഓഫ് എവറി മന്ത് ആണെന്നുണ്ടെങ്കിൽ ആവറേജ് ടൈം പീരിയഡ് എത്രയാണ്, 6 ആണ് വരുന്നത്. സോ 6/12 എന്നിട്ടാൽ പോരെ. യെസ്, 6/12 ചെയ്യുമ്പം we will be getting 3,600 rupees. നെക്സ്റ്റ് നോക്കിക്കേ, ₹10,000 in the middle of every quarter month. ക്വാർട്ടർലി ആണ്, എവറി മിഡിൽ ഓഫ് എവറി ക്വാർട്ടർലി മന്ത് ആണ് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, 10,000 ഇൻറ്റു 4 ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്, വിച്ച് ഇസ് 40,000 ഇൻറ്റു റേറ്റ് ബൈ 100 6/100 ആൻഡ് ആവറേജ് ടൈം പീരിയഡ് എത്രയാണ്, ക്വാർട്ടർലി ആണെന്നുണ്ടെങ്കിൽ മിഡിൽ ഓഫ് എവറി ക്വാർട്ടർലി മന്ത് ആണെന്നുണ്ടെങ്കിൽ 6/12 ആണ്. ആൻഡ് 6/12 ചെയ്യുമ്പം we will be getting 1,200. മനസ്സിലായോ? സോ ആക്ച്വലി ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിലും കാര്യം സിമ്പിൾ ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി. സോ ഇത്രയുമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ ഇതുപോലെ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ എല്ലാ സബ്ജക്ട്സും, അതായത്
അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ് ആൻഡ് എക്കണോമിക്സ് എല്ലാം നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്. സോ നമ്മുടെ CBSE +2 കൊമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ്ലി നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, യുവ ബാച്ച് എന്നാണ്. സോ യുവ ബാച്ചിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയില്ലെങ്കിൽ, കൂടുതൽ അറിയാൻ വേണ്ടിയില്ലെങ്കിൽ, നമുക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ കോൾ ചെയ്താൽ മാത്രം മതി. നമ്മുടെ ക്ലാസ്സസ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈൻ ആണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചി എടപ്പള്ളിയിലാണ്. സോ നമ്മളിവിടെ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിയേണ്ടത്. കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും, ലൈവ് ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പ്രത്യേകം ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും ആൻഡ് PYQ ഡിസ്കഷൻസ്, റിഗറസ് ആയിട്ടുള്ള PYQ ഡിസ്കഷൻസ് കാണും, PDF നോട്ട്സ് കാണും ആൻഡ് മന്ത്ലി എക്സാമിനേഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പ്രോഗ്രസ് എത്രയാണ് എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റിവ്യൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ അടിപൊളി ക്ലാസ്സസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇനിയും അങ്ങോട്ട് കിട്ടാനായിട്ട് പോകുന്നത്. സോ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, താങ്ക് യു.